പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 2-ാം മാസത്തിൻ്റെ 17ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 22-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, ഇസ്രായേലിൻ്റെ സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ദൈവത്തിന് അർപ്പിക്കാവുന്നതിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് ആരാധനയും സ്തുതിഗീതങ്ങളും എന്നുള്ളത്. ദൈവത്തെ സ്തുതിക്കുന്നതിൽ യോഗ്യവും നാം ദൈവത്തെ പാടി ആരാധിക്കുന്നത് മറ്റു മൃഗയാഗങ്ങളെക്കാൾ ദൈവത്തിന് പ്രസാദവുമാണ്. ചിലർ ദൈവത്തെ ആരാധിക്കില്ല. ആരാധന മുടക്കുക, പ്രാർത്ഥന മുടക്കുക, വിശുദ്ധ ജീവിതം നയിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ തന്നെ നേർച്ചകളും കൺവെൻഷനുകളും ദശാംശങ്ങളും കൃത്യമായി കൊടുക്കുന്നവരുമായിരിക്കും. ഈ കൂട്ടർ ധരിച്ചു വച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തൻ്റെ പാപം ദൈവം ക്ഷമിക്കും, ആരാധനക്കുറവും ദൈവം ക്ഷമിക്കുമെന്നുമാണ്. ദൈവത്തിൻ്റെ നാമത്തിൽ സ്തുതിക്കുന്നതും സ്തോത്രത്തോടെ അവരെ മഹത്വപ്പെടുത്തുന്നതും യഹോവയ്ക്ക് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദമാകും എന്നാണ് ദാവീദ് 69-ാം സങ്കീർത്തനത്തിൽ പാടിയിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം പാട്ടും ആരാധന മാത്രമെന്ന് ധരിച്ച് വെച്ചിരിക്കുന്നവരും കുറവല്ല. അങ്ങനെയുള്ളവരുടെ പ്രസംഗത്തിലും പ്രബോധനങ്ങളിലും എഴുത്തുകളിലുമെല്ലാം അന്യഭാഷയിലുള്ള ആരാധനയും മുഴങ്ങുമാറുള്ള ശബ്ദകോലാഹലങ്ങളും ചിന്തയോ ചിട്ടയോ ഇല്ലാത്ത ഭാവപ്രകടനങ്ങൾ കൊണ്ടും എല്ലാറ്റിനും പരിഹാരമുണ്ടാകുമെന്ന് ഇവർ ഈ സാധുക്കളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. എന്നാൽ നാം ദൈവത്തെ പാടി ആരാധിക്കുന്നതിനോടൊപ്പം വചനത്തിനും ജീവിതത്തിൽ തുല്യസ്ഥാനം കൊടുക്കണം. ചിലർ അന്യഭാഷയെയും ശബ്ദത്തോടുകൂടിയുള്ള ആരാധനകളെയും പാടെ നിഷേധിക്കുന്നവരും ഇങ്ങനെയുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നു. തന്നെ പ്രസംഗിക്കുകയും അവയിൽ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഇതര പ്രവർത്തനങ്ങളെ തിരസ്കരിക്കുകയും ആരാധിക്കുന്നവരെ അടച്ചാക്ഷേപിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവജനം ഒരേ സമയം പാട്ടുകാരും പട്ടാളക്കാരുമാണെന്ന് ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് എത്രയും ശരിയാണ്. ഒരു ദൈവജനം ജീവിതത്തിൽ ദൈവവചനത്തിന് കൊടുക്കുന്ന സ്ഥാനം പോലെ തന്നെ ആരാധനയ്ക്കും തുല്യ പ്രാധാന്യം കൊടുക്കണം. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ മാത്രമേ വിജയകരമായ ക്രിസ്തീയ ജീവിതവും ആത്മീയ സന്തോഷവും പൂർണ്ണതയിലെത്തിക്കുകയുള്ളൂ. ഒരു ക്രിസ്തീയ പടയാളിയുടെ കയ്യിൽ ദൈവവചനമെന്ന വാൾ എപ്പോഴും ഉണ്ടായിരിക്കണം. വാളില്ലാതെ യുദ്ധം ചെയ്യുവാൻ ഒരു പടയാളി പോയി കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്തായിത്തീരുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കും. അതുപോലെ ഒരു വ്യക്തിക്ക് പ്രാർത്ഥനയും ദൈവവചനവും ഇല്ലാതെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമല്ല. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്നാണ് വചനം പറയുന്നത്. ആകയാൽ വെറും ശബ്ദകോലാഹലങ്ങളോടും ആർപ്പുകൊണ്ടും മാത്രം എല്ലാറ്റിനെയും ജയിക്കാമെന്ന് ശത്രുവിൻ്റെ കോട്ടകൾ തകരുമെന്നും വെറുതെ വ്യാമോഹിക്കരുത്. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു, ഈ ജനം അടുത്തു വന്നു വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്നും ദൂരത്തകറ്റി വച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷിക കൽപ്പനയത്രേ എന്നാണ്. ജനം ആർപ്പിട്ടപ്പോൾ യെരിഹോ മതിൽ വീണു എന്നും ഗിദെയോനും കൂട്ടരും ആർപ്പിട്ടപ്പോൾ മിദ്യാന്യ സൈന്യം പരാജയപ്പെട്ടുമെന്നും കാരാഗ്രഹത്തിൽ വെച്ച് പൗലോസും ശീലാസും പാടി ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളകുകയും ചെയ്തു. എല്ലാവരുടെയും ചങ്ങല വീണുപോയി എന്നും വചനം പറയുന്നു. ദൈവത്തിൻ്റെ അടിസ്ഥാനമനുസരിച്ച് വചന അടിസ്ഥാനമനുസരിച്ച് ശ്രേഷ്ഠമായ ആരാധന നാം ആരാധിക്കുകയാണെങ്കിൽ
വിശേഷിച്ച് വചനമനുസരിച്ചതിന് ശേഷമാണ് എരിഹോം കോട്ട പിടിച്ചടക്കുവാൻ കടന്നു പോകുവാൻ ഇടയാതി യോശുവയും സംഘവും. മിദ്യാന്യരെ ഓടിക്കുവാൻ 300 പേർ വെറുതെ ആർപ്പിടുകയായിരുന്നില്ല. വ്യവസ്ഥ പ്രകാരം ശുദ്ധീകരണം പ്രാപിക്കുകയും യാഗം കഴിക്കുകയും ദൈവവചനം അനുസരിക്കുകയും ചെയ്തത് കൊണ്ടാണ് മിദ്യാന്യ സൈന്യം ഓടിപ്പോകുവാനും പരാജയപ്പെടുവാനും ഇടയായത്. പ്രിയ ദൈവവേദിലെ ഒരു കാര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുകയും മറ്റുള്ളത് അവഗണിക്കുകയും ചെയ്യുന്നത് അപകടകരമാണെന്നുള്ളത് നാം തിരിച്ചറിയണം. വചനത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കണം. അതുപോലെ തന്നെ ആത്മാവിലുള്ള ആരാധനയ്ക്കും ആത്മനിറവിലുള്ള ശുശ്രൂഷകൾക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കണം. ആകയാൽ നമ്മുടെ ഹൃദയങ്ങളും അക്ഷരങ്ങളും ദൈവത്തിൻ്റെ പുകഴ്ചകളാൽ നിറഞ്ഞും കരങ്ങളിൽ ദൈവവചനം ഉള്ളവരുമായി തീരണം. എപ്പോഴും ഉദാസീനതയോടെ പ്രവർത്തിക്കുന്നവർ ശപിക്കപ്പെട്ടവരായിരിക്കുമ്പോൾ യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ദൈവത്തെ ആരാധിക്കാതെ സത്യവചനത്തെ യാഥാർത്ഥ്യമായി പ്രസംഗിച്ചുകൊണ്ട് വചനത്തെ ലജ്ജിക്കാതെ പ്രസംഗിക്കുകയും അത് വേല ദൈവഹിതത്തോടുകൂടെ പ്രവർത്തിക്കുവാനും ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. കൊള്ളാവുന്ന വേലക്കാരനായി നാം നിലനിൽക്കണം. അതിനായി ശ്രമിക്കണം. ദൈവസന്നിധിയിലുള്ള ആരാധനയും വചന പ്രഭാഷണങ്ങളും പോലെ കാത്തു സൂക്ഷിക്കാം ആരാധനയിൽ. ഹല്ലേലൂയ. സ്തുതികളും സ്തോത്രങ്ങളും അതിനായി ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തേണ്ടതിനായി ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരെയും ഈ പ്രഭാതം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ പ്രിയ ദൈവവേദിയിലെ ദൈവവചനം പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും സ്തോത്രമായിരിക്കണം. ഇസ്രായേലിൻ്റെ സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. പരിശുദ്ധനായ ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുകയും ആരാധിക്കുകയും വചന അനുസരിച്ച് ജീവിക്കുവാനും നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മോട് എന്ത് സംസാരിക്കുന്നുവോ, എന്ത് പറഞ്ഞുവോ അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിയാകേണ്ടതിനാൽ നമ്മുടെ വിശുദ്ധിയും നമ്മുടെ ആരാധനകളും അനുസരണങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമാണ്. ആകയാൽ ഇന്ന് പ്രഭാതം ഇസ്രായേലിൻ്റെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതവും തിരുവചനം കർത്താവെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ സ്വർഗം ഞങ്ങളോട് സംസാരിക്കണം. കർത്താവെ ഞങ്ങളെപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരും സ്തുതിക്കുന്നവരും വചനത്തിൽ നിലനിൽക്കുന്നവരും ആക്കി ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ, ഞങ്ങളുടെ ബലഹീനതകളെ സ്വർഗം ക്ഷമിക്കണമേ. ഈ ശബ്ദം കർത്താവെ ഇന്ന് പകൽക്കാലം ശ്രമിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെ നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചവരുണ്ട്, ഭവനങ്ങളിൽ രോഗികളായിരിക്കുന്നവരുണ്ട്, സാമ്പത്തിക ഞെരുക്കങ്ങളായിരിക്കുന്നവരുണ്ട്, മാനസികമായ നിരാശകളിലായിരിക്കുന്നവരുണ്ട്. കർത്താവെ വാർദ്ധക്യ ബലഹീനതയിലായിരിക്കുന്നു എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ സഹായിച്ചവർ, കർത്താവ് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവർ, ഞങ്ങൾക്ക് ശുശ്രൂഷ നൽകിയവർ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ, കർത്താവെ എല്ലാ നന്മകളെ നൽകി ഞങ്ങളെ സ്നേഹിച്ച എല്ലാവരെയും ഓർക്കുന്നു. ഇവിടെ തലമുറകളെ ഓർക്കുന്നു, അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിക്കുന്നു. ആത്മീയ ഭൗതിക നന്മ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.